നമുക്കിനി കോഴിക്കോട്ടേക്കൊന്ന് പോകണം. ഓരോ മഴ പെയ്യുമ്പോഴും നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലേ. ചേളന്നൂർ കണ്ണങ്കരക്കാർക്ക് ആശങ്ക എന്താണെന്ന് വെച്ചാൽ ദേശീയപാതയ്ക്കുള്ള മണ്ണെടുപ്പ് അവിടെ വലിയ രീതിയിൽ അവർക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. മണ്ണ് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ സമരസമിതി ഉറച്ചു നിന്നതോടെയാണ് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിയത്. കലക്ടറുമായുള്ള ചർച്ചയും തീരുമാനമാകാതെ പിരിയുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ജിയോളജി വകുപ്പ് പരിശോധന നടത്തുമെന്ന് കലക്ടർ പറഞ്ഞെങ്കിലും അത് സമരസമിതി അംഗീകരിച്ചിട്ടില്ല. പ്രദേശത്ത് ശക്തമായ പോലീസ് സന്നാഹം ഇപ്പോഴും തുടരുകയാണ്. AK അഭിലാഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. അഭിലാഷ്, ചേളന്നൂർക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. നമ്മൾ ഇന്നലെ രാത്രിയും സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ ഇറങ്ങി പ്രതിഷേധിക്കുന്നത് കണ്ടതാണ്. ഇന്ന് രാവിലെയും പ്രതിഷേധം തുടർന്നു. കലക്ടർ ചർച്ച നടത്തി, പക്ഷേ അതിലൊരു സമവായമായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. താൽക്കാലികമായി ഇപ്പോൾ മണ്ണെടുപ്പ് നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും ഒരു ശാശ്വത പരിഹാരമായിട്ടില്ല അല്ലേ? ഇപ്പോൾ എന്താണ് പ്രദേശവാസികൾ പറയുന്നത്? തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ഇവിടെ വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടായി. അതിനുശേഷം ജില്ലാ കളക്ടർ ഒരു ചർച്ച നടത്താൻ തീരുമാനിക്കുകയും ഈ സമരസമിതി, അതായത് ജനകീയ സമിതിയുമായി അവർ ചർച്ച നടത്തുകയും ചെയ്തു. പക്ഷേ ആ കാര്യത്തിൽ, അതായത് മണ്ണെടുക്കാതിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനമുണ്ടായില്ല. പക്ഷേ ഈ ജിയോളജിക്കൽ സർവേ നടത്താമെന്നുള്ളൊരു തീരുമാനമായിരുന്നു ആ ചർച്ചയിൽ ഉയർന്നു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നിപ്പോൾ ജിയോളജിക്കൽ സർവേയിൽ ആ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തു. ഇതിൽ നമ്മൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ദേശീയപാത വികസനം എന്നുള്ളത് നാടിൻ്റെ ആവശ്യമാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ തുരങ്കം വയ്ക്കുന്ന പ്രവർത്തനങ്ങളോട് നമ്മൾക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ ആ ദേശീയപാത വികസനം എന്നുള്ളത് ശാസ്ത്രീയമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ വേണമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമ്മൾ കൃത്യമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. നമുക്കറിയാം, ഷിരൂരടക്കമുള്ള ദുരന്ത മേഖലയിൽ നമ്മൾ അവിടെ സന്ദർശിച്ചപ്പോൾ കണ്ടത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ മണ്ണ് നീക്കിയപ്പോൾ അത് അശാസ്ത്രീയമായി മണ്ണ് നീക്കുകയും അത് വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം 25-30 മീറ്റർ ഉയരത്തിൽ അവിടെ മണ്ണ് തൂക്കമായി ഇടിച്ചു താഴ്ത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഏതാണ്ട് അതിന് സമാനമായ നിലയിലാണ് ഈ പോഴിക്കാവ് മലയിൽ, അത് കുന്നിലും ഇപ്പോൾ മണ്ണിടിച്ച് നീക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. ദൃശ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാം. ഇതാ ഏതാണ്ട് തൂക്കം, ഇതാ മഹേഷ് കുമാർ, ഇവിടേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഏതാണ്ട് 20-25 മീറ്ററോളം ഉയരത്തിലാണ് ഒറ്റ തൂക്കായി മണ്ണ് വെട്ടിമാറ്റി ഇറക്കിയിരിക്കുന്നത്. നമ്മൾ ഹലുവ കഷ്ണം മുറിച്ചെടുക്കുക എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ മുറിച്ച് മാറ്റിയിരിക്കുന്ന നിലയിലാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അത് ദൃശ്യങ്ങൾ കുറേ കൂടി അങ്ങോട്ട് പോയാൽ നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ മണ്ണ് നീക്കം ചെയ്തിരിക്കുന്ന ഭാഗത്ത്, മുകൾ ഭാഗത്തുള്ള മണ്ണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇടിഞ്ഞ് താഴോട്ട് വീണിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇനിയും ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഈ മണ്ണ് മൊത്തത്തിൽ തന്നെ ഇടിഞ്ഞ് താഴോട്ട് വരാനുള്ള ഒരു സാധ്യതയാണ്. അതായത് ഇപ്പോൾ ജിയോളജിക്കൽ സർവേ വിഭാഗത്തിലെ ആളുകൾ വന്ന് പരിശോധിച്ചപ്പോൾ ഇപ്പോൾ അളന്നെടുത്തിരിക്കുന്നത് പ്രകാരം തന്നെ 21 മീറ്ററാണ് ഈ ഉയരമുള്ളത്. 21 മീറ്റർ തൂക്കായി ഇടിച്ചു താഴ്ത്തിയിരിക്കുന്നു. ഇനിയും ഏതാണ്ട് 25-30 മീറ്ററോളം താഴ്ചയിലേക്ക് ഈ മണ്ണ് ഇടിച്ചു മാറ്റാനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ ഈ ഹൈവേ നിർമ്മാണ കമ്പനിക്ക് നൽകിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് തീർത്തും അശാസ്ത്രീയമായ നിലയിലാണ് ഇപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിനാണ് ഒരു പരിഹാരം വേണ്ടത് എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ജനകീയ സമിതി പല വിഷയങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും കുടിവെള്ളമടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സുരക്ഷയടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ സമരത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സമരസമിതിയുമായി ബന്ധപ്പെട്ട് ചേട്ടാ അതുമായി തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചറിയാൻ തോന്നും. കാരണം ഇപ്പോൾ എന്താണ് ജിയോളജിക്കൽ സർവേ വിഭാഗത്തിലെ ആൾക്കാർ വന്നപ്പോൾ പറഞ്ഞത്? ജിയോളജിക്കൽ സർവേ ഇവിടെ അളന്ന് അവർ പാതി വെച്ചിട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ബന്ധപ്പെട്ട ജനകീയ സമിതിൻ്റെ ആളുകൾ പറഞ്ഞു ഇത് മുഴുവനായിട്ട് അളക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഉത്തരമുള്ളതില്ലേ, അത് അവർ പറഞ്ഞ് അത് 10 മീറ്ററോളേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ 10 മീറ്റർ അല്ല, അതിൻ്റെ ഇരട്ടി ഉണ്ടാവും, അത് നിർബന്ധമായിട്ട് അളക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ 2 പ്രവർത്തകർ മേലെ കയറി താഴോട്ട് അളന്നപ്പോൾ 22ഓളം മീറ്റർ ഉണ്ട്. അത്രത്തോളം ജിയോളജിക്കൽ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് കളക്ടർ ഇന്ന് രാവിലെ ഉറപ്പ് നൽകിയതാണ്. ഇവിടെ ജിയോളജിക്കൽ സർവേ വിഭാഗം വന്ന് പരിശോധന നടത്തും, അതിൽ നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കും. ആശങ്കകൾ പരിഹരിക്കപ്പെട്ടോ? പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത് മേഡത്തോട് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവസാന പ്രതീക്ഷയാണ് ജിയോളജിക്കൽ. അപ്പോൾ അവർ ആ ഉത്തരവാദിത്തത്തിൽ പെരുമാറിയെന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഏതാണ്ട് ഇനിയും 20-25 മീറ്ററോളം താഴ്ചയിലേക്ക് മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളെ പ്രദേശവാസികൾക്ക് ഇതിൻ്റെ ഒരു ഷിരൂർ ദുരന്തത്തിൻ്റെ അതേ പശ്ചാത്തലം സാറിന് അറിയാലോ, ആ രീതിയിലാണ് ഇത് കാണുന്നത്. ഞങ്ങൾ വളരെ ആശങ്കയിലാണ്. ഇവിടെ താഴെ ഒരു 100ഓളം 120ഓളം വീടുകളുണ്ട്. അത് ഒരു മഴയോ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒലിച്ച് അവിടേക്ക് എത്തിക്കെട്ടാൽ എന്താകും അവസ്ഥ നമ്മൾ പറയണ്ടല്ലോ.
വിനീത, ഇവരെ ആശങ്ക കൃത്യമായി നമുക്കറിയാം. കാരണം ഇത്തരത്തിലൊരു ആശങ്ക, ഈ മണ്ണ് മുഴുവൻ ഇടിഞ്ഞ് താഴോട്ട് വന്നാൽ ഈ റോഡിലേക്കും സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്കുമൊക്കെ ആ മണ്ണ് ഇടിഞ്ഞു വീഴുകയും ഇവരെ ജനജീവിതം തന്നെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് മാറുമെന്നുള്ളത് അതൊരു വലിയ ദുരന്തത്തിലേക്ക് പോകുമെന്നതിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ, അതായത് നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വരുന്ന സമയത്ത് സ്ത്രീകളടക്കം കുട്ടികളടക്കമുള്ള നിരവധി പേരായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അമ്മമാരടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെ ഇതിനൊരു പ്രതിരോധം തീർത്തുകൊണ്ട്, അതായത് ഇവിടെ നിന്നൊരു മണ്ണ് പോലും നീക്കം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അവർ ഈ മലയുടെ മുകളിൽ, കുന്നിന് മുകളിൽ നിൽക്കുന്നത്. കാരണം ഇനി ഒരു തരത്തിലും മണ്ണ് നീക്കം ചെയ്യാൻ കഴിയില്ല, അതിന് സമ്മതിക്കില്ല എന്നതിനാണ്. എന്താണ് പറയാനുള്ളത്? എന്തായാലും മണ്ണെടുക്കാൻ സമ്മതിക്കില്ല. ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ്. എന്തെന്നെ വന്നാലും എന്തായാലും മണ്ണ് സമ്മതിക്കില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ്. ഇനി ഒരു തരി മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇന്നിപ്പോൾ ജിയോളജിക്കൽ സർവേ വിഭാഗം വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൽ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ ഉണ്ട്. ഒരു ശരിക്കും കണ്ട് നേരിട്ട് കണ്ട് അതായ സംഗതിയാണല്ലോ. അപ്പോൾ ഇതിൽ കളവിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. നിങ്ങൾ ഇന്നലെ പറഞ്ഞത് പോലീസ് അടക്കമുള്ള ആളുകൾ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു ആശങ്ക നിങ്ങൾ പങ്കുവയ്ക്കിയിട്ടുണ്ടായി. അതെ, അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ പോലീസുകാരോട് തന്നെ ചോദിച്ചു, ഇത്രയും ജനത്തിൻ്റെ കൂടെ നിൽക്കാതെ നിങ്ങൾ എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മേലെ എന്നുള്ള നിർദ്ദേശമാണ്, നിങ്ങൾ മേലെ പോയിട്ട് അതിനുള്ള ഇത് ചെയ്യുന്നു. അതുകൊണ്ട് കലക്ടർ ഇന്ന് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് ജിയോളജീൻ്റെ ആൾ വന്നത്. അവർ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ അവിടെയും ഒരു ഇത് കളി എന്താ വെച്ചാൽ അളക്കാതെ പോകാനൊക്കെ ശ്രമിച്ചു, അവർക്ക് ഇതിനനുസരിച്ച്. പക്ഷെ ഇവർ നിർബന്ധിച്ചിട്ട് അളക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ പ്രതിഷേധം തുടരുന്നു. മണ്ണ് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമരസമിതി. ഏതായാലും അവിടെ ഒരു ശാശ്വത പരിഹാരമാണ് വേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ദൃശ്യങ്ങൾ തന്നെ എന്തൊരു ഭീതിതമാണ്. കലക്ടറുടെ ഉൾപ്പെടെ സർക്കാരിന്റെ ഉൾപ്പെടെ അടിയന്തര ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.